ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കേക്ക് മതിയാവും നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള ക്രീം വെച്ചിട്ടുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം ആവട്ടമുള്ള ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ്. സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ബീറ്റർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, തണുത്ത മുട്ട എടുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടറും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത മിക്സിലേക്ക് ഇനി നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതായത് പഞ്ചസാര എടുത്ത് കുറച്ച് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അളന്നെടുത്ത പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ 1 കപ്പ്. അല്ലാതെ പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് അളവ് എടുത്തിട്ട് അത് പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിന് മുകളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദാമാവ് വന്നിട്ട് ഇത് നമ്മൾ പഞ്ചസാര അളന്നെടുത്ത 250 ml കപ്പിന് തന്നെയാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു മട്ടത്തിന് വേണം കേട്ടോ, നമ്മൾ നിരപ്പാക്കി വേണം നമ്മളൊന്ന് അളന്നെടുക്കാനായിട്ട്. അതിങ്ങനെ തട്ടി ഒന്നും എടുക്കരുത്. നല്ല ലൂസായിട്ട് മാവ് ഇതുപോലെ 1 കപ്പ് അളവിൽ അളന്നെടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാവുന്നതാണ്. അരിപ്പയിലേക്ക് തന്നെ ചേർത്തേക്കണം, അരിച്ച് തന്നെ ചേർത്തേക്കണം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടിയാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ അരിച്ച് തന്നെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡയിലും ബേക്കിംഗ് പൗഡറിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ കട്ടയായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അതിലെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകണമെന്നുണ്ടെങ്കിൽ അരിച്ച് തന്നെ നമ്മളൊന്ന് ചേർത്തേക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ 75 ml പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ആവശ്യമായിട്ടുള്ളത്, തണുത്ത പാൽ എടുക്കരുത്. അതുപോലെ തന്നെ ചൂട് പാൽ നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇനി 75 ml എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പളവിലാണെന്നുണ്ടെങ്കിൽ 1/3 കപ്പാണ് കേട്ടോ വേണ്ടത്. ആ പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് ഇതുപോലെ നമ്മൾ സ്റ്റെപ്പായിട്ട് വേണം കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വാനില എസൻസും കൂടിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്ലേവർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മതിയാവും. അതല്ല ഫ്ലേവർ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ വരെ നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. വാനില എസൻസും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് എല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അതായത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുണ്ടാവണം, നല്ല സ്മൂത്തി ആയിട്ടായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് മോൾഡിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലുള്ള കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനടിയിലായിട്ട് ബട്ടർ പേപ്പറും അതുപോലെ തന്നെ സൈഡിലായിട്ടും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതൊന്ന് സൈഡിലായിട്ടൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് സൈഡിലായിട്ട് ഒരു അല്പം ബട്ടറും കൂടി പൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റിലേ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ രീതിക്കൊന്ന് തട്ടിക്കൊടുക്കാം. അതായത് ഈ ബാറ്ററിനുള്ളിൽ ചെറിയ ലംസും ബബിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാനായിട്ടാണ് ലൈറ്റായിട്ടൊന്ന് തട്ടിക്കൊടുക്കുന്നത്.
കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലം കേക്ക് തയ്യാറാക്കിയിരുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ കുക്കറിനടിയിലേക്ക് ഞാനിപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചേർത്തിരുന്ന ആ ഒരു സെയിം ഉപ്പ് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതിന് മുകളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെക്കേണ്ടത് നമ്മുടെ കുക്കറിൻ്റെ അടപ്പിലേക്ക് അതിൻ്റെ വാഷറോ അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റോ ഇടാതെ വേണം അടച്ച് വെക്കാനായിട്ട്. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ മാത്രം മതിയാവും നമ്മുടെ ഈ കേക്ക് ഒന്ന് ബേക്കായി കിട്ടാനായിട്ട്. നമ്മളിതിപ്പോൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 170 ഡിഗ്രിയിൽ നമ്മുടെ ഓവൻ ഒന്ന് ഫസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ വെക്കാവുന്നതാണ്. അതൊരു 30 മുതൽ 35 മിനിറ്റ് വരെ മാത്രം മതിയാവും ഓവനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ ശരി, ഒരു 40 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് ഇങ്ങനെ ഒന്ന് ബേക്കാകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവുന്നത്. ഇനി ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഇതൊന്ന് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കി വന്ന ഉപ്പൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത പ്രാവശ്യം കേക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ട ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിനും ലോക്കും ഇടയിലായിരിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരുപാട് കുറഞ്ഞ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. അതായത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കേക്കെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മുടെ ആ കേക്കിൻ്റെ ആ ഒരു തനതായ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഒരു ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends. Tata.